എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2024 ഇറങ്ങിയ ഐ ആം കാതലൻ എന്ന സിനിമയാണ്. പേര് കേട്ട തമിഴ് പടം പോലെ തോന്നുമെങ്കിലും തമിഴ് പടമല്ല, പക്കാ മലയാളം സിനിമയാണ്. മലയാളത്തിലെ ഒരു സൈബർ ത്രില്ലറാണ്. ഈ സൈബർ ത്രില്ലർ എന്ന് പറയുന്നത് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ പടങ്ങൾക്കാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ വളരെ വിരളമാണ്, ഉണ്ടെങ്കിൽ തന്നെ ഗുണമുള്ളതാകാറില്ല. അതിനെല്ലാം അപമാനമായിട്ടുള്ള ഒരടിപൊളി സിനിമയാണ് ഐ ആം കാതലൻ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട സിനിമ. ഗിരീഷ് ഷേഡിയുടെ വർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈവൻ എൻ്റെ ജനറേഷനിലുള്ളവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ആസ് എ ഗുഡ് ഫിലിം മേക്കർ അദ്ദേഹം നല്ല സിനിമകളാണ് ഇറക്കുന്നത്. അത് നമുക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അത് മുൻപ് ഉള്ള ഈ പ്രേമലു ആയാലും എനിക്കൊന്ന് തണ്ണീർമത്തനോ അത് അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു. അതൊക്കെ ആയാലും അദ്ദേഹം വളരെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും സമ്മതിക്കണം. മൂവി മേക്കിംഗ് നല്ലോണം അറിയാവുന്നൊരു ഡയറക്ടറാണ് ഗിരീഷ് ഷേഡി. അദ്ദേഹം നല്ലപോലെ ഇതും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് സജിൻ ചെറുകയിലാണ്. സമ്മതിക്കണം, സജിൻ ചെറുകയിൽ എന്തുമാത്രം റിസർച്ച് ഈ സൈബർ ലോകത്തെ പറ്റിയും ഹാക്കിങ്ങിനെ പറ്റിയും ഒക്കെ ഇതിനു വേണ്ടി ചെയ്തു എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഫുൾ മനസ്സിലാക്കി അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഹാക്കിംഗ് നടക്കുക എന്നതാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തേക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ സിനിമ ഹാക്കിങ്ങിനെ പറ്റിയുള്ളൊരു സിനിമയാണ്. ഹാക്കിംഗ് ആണ് ഇതിനകത്തൊരു ക്രക്സ് എന്ന് പറയുന്നത്. എത്തിക്കൽ ഹാക്കിങ്, അൺഎത്തിക്കൽ ഹാക്കിങ്ങിനെ പറ്റി നല്ലോണം പരാമർശിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് ശരിക്കും സജിൻ ചെറുകയിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഗോകുലം ഗോപാലനായാലും ഡോക്ടർ പോൾ വർഗീസ് ആയാലും കൃഷ്ണമൂർത്തി ആയാലും ഇവരെല്ലാം പ്രൊഡ്യൂസേഴ്സാണ്. പ്രൊഡ്യൂസ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് നസ്ലനാണ്. നസ്ലൻ ഈസ് ക്യാരിയിങ് ദ മൂവി. ഇത് ഫുൾ സിനിമ, ഇതിൻ്റെ സ്ക്രിപ്റ്റും നസ്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആക്ടറും ആണ് ഇത് ഫുൾ ക്യാരി ചെയ്യുന്നത്. നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു റോളാണ്. നസ്ലിൻ സത്യം പറഞ്ഞാൽ എനിക്ക് തണ്ണീർമത്തൻ ഓബിയസ്ലി അന്ന് തൊട്ട് തണ്ണീർമത്തൻ തൊട്ട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പക്ഷേ കുരുതിക്കകത്താണ് പുള്ളിയുടെ ഒരു ആക്ടിങ് റേഞ്ചും കണ്ടതും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഓബിയസ്ലി അന്ന് തൊട്ട് നമുക്കറിയാം നസ്ലിൻ നല്ലൊരു ആക്ടറായിട്ട് മാറുമെന്നുള്ളത് അറിയാം. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്രയും വെർസറ്റൈലായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ഇത് തണ്ണീർമത്തനിലെ റോള് തന്നെയാണോ ഇതിനകത്തും വരുന്നതെന്ന്, അല്ലെങ്കിൽ പ്രേമലുവിലെ റോളാണോ. സിമിലാരിറ്റീസ് ഉണ്ട്. ഹി സ്റ്റിൽ ഹാസ് ടു ലേൺ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനൊരു ആക്ടർ അല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും പരാമർശിക്കാനുള്ള ഒരു പൊസിഷൻ അല്ലല്ലോ ഞാൻ. പക്ഷേ സിമിലാരിറ്റീസ് ഉണ്ടെന്നേ ഉള്ളൂ. നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതുപോലെ എനിക്ക് തോന്നി. നസ്ലിനുണ്ട്, അനിഷ്മ അനിൽകുമാർ ഉണ്ട്. അനിഷ്മ അനിൽകുമാർ ഇതിനകത്ത് നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അതും നല്ലൊരു അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു റോളാണ്. പുള്ളിക്കാരിക്ക് നസ്ലിനോട് തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നൊരു റോള്. ഒരു ബ്രേക്കപ്പ് ആകേണ്ട കാമുകി, സാഹചര്യവശാൽ ബ്രേക്കപ്പ് ആകണം, ഇവനോടായില്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ ആ പ്രശ്നം വരുന്നതെന്ന് മനസ്സിലാക്കി ആ ടോക്സിസിറ്റിയിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നൊരു കാമുകിയായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വളരെ കോംപ്ലക്സ് ഒരു റോളായിരുന്നു. നല്ലോണം അനിഷ്മ അനിൽകുമാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജോമോൾ ജോസും ദിലീഷ് പോത്തനും ഉണ്ട്. ഇവർ രണ്ടുപേരും നല്ല പോലെ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ദിലീഷ് പോത്തൻ ഇതിനകത്തൊരു ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് ശരിക്കും നല്ല പെർഫോമൻസാണ്, നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ദിലീഷ് പോത്തൻ ആയതുകൊണ്ട് ഫ്രഷ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിന് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട്. നമ്മൾ കാപ്പയ്ക്കകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലിൻ സ്റ്റെല്ലർ പെർഫോമൻസ് കണ്ടിട്ടുള്ളതാണ്. ലിജോമോൾ ജോസിന് വലിയ പെർഫോമൻസ് ഏരിയ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ്. പക്ഷെ നല്ലോണം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ സ്പോയിലേഴ്സ് ഞാൻ പറയില്ല, കാരണം ഈ സിനിമ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് വളരെ സ്ലോ ഒരു സിനിമയാണ്. ഹാക്കിങ് റിയൽ ലൈഫിൽ നമ്മൾ പൊതുവേ സിനിമകളിൽ കാണുന്ന പോലെ അല്ല, വളരെ സ്ലോ ഒരു പ്രോസസ്സാണ്. പലപ്പോഴും അതിന് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും വരാറില്ല. എത്ര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാലും ഒരു ഹാക്കിംഗ് സംഗതി എക്സൈറ്റിംഗ് ആക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഇവരത് ചെയ്തിട്ടുണ്ട്, ഇവരത് നല്ലോണം മെനക്കെട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ആനമിലിഞ്ഞ തൊഴുത്ത് കെട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിനൊരു പാസീവ് ഫീലാണ് ഈ സിനിമയ്ക്ക്. കുറച്ച് സ്ലോ പേസ്ഡ് ആണ് ഈ സിനിമ. അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ളവരെ ഈ സിനിമ കാണാവൂ, അല്ലെങ്കിൽ ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ പേസിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ thoroughly എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഹൈലി റെക്കമെൻഡഡ് ആണ്, ആസ് ലോങ് ആസ് സ്ലോ സിനിമകൾ നിങ്ങൾ എൻജോയ് ചെയ്യുമെങ്കിൽ. അത്രേ ഉള്ളൂ എൻ്റെ നോൺ സ്പോയിലർ റിവ്യൂ പറയാനുള്ളത്. വളരെ നല്ല സിനിമ കാണുക. സ്പോയിലർ റിവ്യൂയിലോട്ട് വരുമ്പോൾ എൻ്റെ പൊന്നു, ഇതിനകത്ത് ഓരോ ഹാക്കിങ്ങിൻ്റെ പരിപാടിയും ശരിക്കും അപ്രീഷിയേറ്റ്. ആദ്യത്തെ അവരുടെ ദിലീഷ് പോത്തൻ്റെ കമ്പനിയുടെ അകത്ത് ഹാക്ക് ചെയ്ത് കയറുന്നത് വളരെ ബിലീവബിളാണ്, അങ്ങനെ സംഭവിക്കാം. രണ്ടാമത് അവർ റൗട്ടർ കൊണ്ട് വെച്ചിട്ട് അത് വെച്ച് ഹാക്ക് ചെയ്ത് അകത്ത് കയറുന്നത് എഗെയിൻ ശരിക്കും അത് സംഭവിക്കാവുന്ന കാര്യമാണ്, സംഭവിക്കാൻ പറ്റാത്തതല്ല. മൂന്നാമത് അവനത് ഫുള്ള് ബേൺ ചെയ്യുന്നത്
അതിനെ ബേൺ ചെയ്ത് കത്തിക്കുന്നു എന്നുള്ളത് വരുമ്പോൾ അതെന്തുകൊണ്ട് കത്തിപ്പോയി, അത് ചൂടാക്കി ഉരുക്കാനായിരിക്കും അവൻ്റെ ഉദ്ദേശം. പക്ഷെ അത് കത്തിയത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കാരണം ആ പില്ലോ അവിടെ കൊണ്ട് വെക്കുന്നതും, അത് ആ പില്ലോ ഇടിച്ച് എൻ്ററടിക്കുന്ന ആ പില്ലോ അവിടെ കൊണ്ട് വെച്ചു എന്നതാണ് അത് അത്രയും കത്താനുള്ള കാരണമെന്നും അവർ കാണിക്കുന്നത്. അത് പെർഫെക്റ്റ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. കാരണം ചെക്കോവ്സ് ഗൺ എന്നും പറഞ്ഞൊരു തിയറി, ഒരു ഐഡിയ ഉണ്ട് സ്റ്റോറി ടെല്ലിങ്ങിൽ. നമ്മൾ ഒരു ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആക്റ്റിൽ ഒരു തോക്ക് കാണിച്ചാൽ തേർഡ് ആക്റ്റിൽ ആ തോക്ക് വെച്ച് വെടിവെച്ചിരിക്കണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു സാധനം ഇംപ്ലാന്റ് ചെയ്താൽ സ്റ്റോറിയിൽ അത് ലാസ്റ്റ് ആകുമ്പം പേ ഓഫ് ചെയ്യണം. ഇത് നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. ചാർലിയിലുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഇപ്പം ഓർമ്മ വരുന്നില്ല. പക്ഷേ ബേസിക്കലി എന്ത് സാധനം സെറ്റപ്പ് ചെയ്താലും അത് പേ ഓഫ് ചെയ്യണം അറ്റ് ദ എൻഡ് ഓഫ് ദി മൂവി, അല്ലെങ്കിൽ അതൊരു പ്രോപ്പർ സ്റ്റോറി ടെല്ലിംഗ് അല്ല. നമുക്കത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. പല സിനിമകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാതെ പോയതുപോലെ തോന്നും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫീലിംഗ് വരുത്താതെ എല്ലാം റാപ്പപ്പ് ചെയ്ത് ഓരോ നിമിഷവും നമ്മൾ സിനിമ കാണുന്നത് ഓരോ നിമിഷവും ഒരു കഥയുടെ ആസ്പെക്റ്റ് പറഞ്ഞ ആ ആസ്പെക്റ്റ് പിന്നീട് പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്ന തിരിച്ചറിവ് ആ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരുന്നതാണ് ശരിക്കും നല്ല സ്റ്റോറി ടെല്ലിംഗ്. അത് നല്ലപോലെ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ഓരോ കഥാപാത്രവും ഓരോ ആസ്പെക്റ്റും ആദ്യം ചെയ്തത് പിന്നെ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ആകുന്നത് കഥയിൽ എന്നുള്ളത് നല്ലപോലെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും അപ്രീഷിയേറ്റ് ആണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ആദ്യമേ അവൾക്ക് ആ പില്ലോ വെച്ച് ഉള്ള സാധനം ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് പിന്നെ ലാസ്റ്റ് വന്നിട്ട് അതാണ് ഫുൾ സെർവർ കത്തിപ്പോകാനുള്ള കാരണമായിട്ടും കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ഇവനെ ഈ ഹാക്കർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ദിലീഷ് പോത്തൻ്റെ കമ്പനിയിലെ ഒരാൾ ഡിസ്ക്രൈബ് ചെയ്യുമല്ലോ. ഹുഡിയിട്ട് ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് നടക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഈ നസ്ലിനെ കാണിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറും പിടിച്ച് ഷർട്ട് വിട്ട് പാൻറ് വിട്ട് ചെരുപ്പ് വിട്ട് വരുന്നൊരു സാധാരണക്കാരൻ. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതൊരു നല്ലൊരു കോമഡി സീനായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ശരിയാണ്, ഹാക്കർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം നിർത്തണമെന്നാണ് പറയാതെ അവിടെ എഴുത്തുകാരനും ഡയറക്ടറും പറയുന്നത്. അങ്ങനെയൊന്നും അല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ആൾക്കാരെ. നമ്മളിപ്പം നാട്ടിൽ കാണുന്ന കൈലി ഉടുത്ത് ലുങ്കി ഉടുത്ത് ബനിയനും ഇട്ട് നടക്കുന്ന ഒരാളുടെ ജോലി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് നല്ലവണ്ണം എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്ത് നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് മുതലാണ്. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞു ചെക്കോവ്സ് ഗണ്ണിൻ്റെ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് വേറെണ്ണമുണ്ട്. തുടക്കത്തിൽ ഈവൻ ബാംഗ്ലൂർ ചെല്ലുന്ന സീനും അവിടെ അവന് എന്തോ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അവസാനം ആ ഇൻ്റർവ്യൂവിന് പോയത് ലിജോ മോൾ ജോസിൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്താണ് എന്നുള്ളത് ശരിക്കും ഒരു ഞാൻ അവനെ പിടിക്കുമെന്ന് ലിജോ മോൾ ജോസ് ചിന്തിച്ച് കഴിയുമ്പോഴാണ് ഇവൻ ഇൻ്റർവ്യൂവിന് വരുന്നത്. ഇവൻ ആരാന്ന് പോയിട്ടും പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ അത് ശരിക്കും നല്ലൊരു അടിപൊളി സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നസ്ലിൻ്റെ ആക്ടിങ് ശരിക്കും ഒരു ഭയങ്കര ലവബിൾ ഒരു ക്യാരക്ടർ, നല്ലൊരു നടനാണ്. എനിക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു നസ്ലൻ എന്ന് പറഞ്ഞൊരു ആക്ടറിന്. ഈ സിനിമയിൽ അദ്ദേഹം ഒരു ബിലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന ഒരാളായിട്ട് അതിൻ്റെ കഷ്ടപ്പാടും അല്ലെങ്കിൽ അതിൻ്റെ അവഗണനയും ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരനെ എങ്ങനെയാണ് തിരിച്ചടിക്കാൻ കഴിയുന്നത്, ആ രീതിയിൽ പുള്ളി തിരിച്ചടിക്കാൻ നോക്കുന്നതൊക്കെ കാണിക്കാൻ ശരിക്കും നമുക്ക് ഹാർട്ട് ഫെൽറ്റായിട്ട് തോന്നി. പിന്നെ അതുപോലെ ഈ ആക്ടറിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിനിമ തുടങ്ങിയിട്ട് ബാംഗ്ലൂർ ഇറങ്ങി പുള്ളി ഒരു ഇഡലിയും ചട്നിയും കൂടെ കഴിക്കുന്നൊരു സീനുണ്ട്. എനിക്കത് എന്താണെന്നറിയത്തില്ല, എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. നമ്മൾ പലപ്പോഴും ജോലിക്കൊക്കെ പോകുമ്പോഴും അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പലപ്പോഴും അത് നമുക്ക് കണക്റ്റ് ആവുന്നത്. അത് വളരെ നാച്ചുറലായിട്ട് ശരിക്കും ഞാൻ അങ്ങനെ ആൾക്കാർ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതേ ഫീലും വൈബും ഒക്കെ നസ്ലിൻ കൊണ്ടുവന്നത്. അപ്പം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ് നസ്ലിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹം എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നതെന്നുള്ളത് ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, ഇത്ര ചെറുപ്പത്തിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഇത്ര നല്ല രീതിയിൽ ബോഡി യൂസ് ചെയ്ത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും നല്ലതാണ്. നമ്മളിത് മോസ്റ്റ്ലി കണ്ടിട്ടുള്ള കോമഡി ആക്ടേഴ്സിൻ്റെ അടുത്ത്, ഇപ്പോൾ നമ്മൾ ഇന്നസെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇന്ദ്രൻസിൻ്റെയോ ഒക്കെ കോമഡി കാണുമ്പം അവർ ബോഡി നല്ലോണം യൂസ് ചെയ്താണ് ആക്ട് ചെയ്യുന്നത്. പൊതുവെ ഓഫ് കോഴ്സ് ലാലേട്ടനും ഒക്കെ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയേക്കാളും കുറച്ചുകൂടെ മോഹൻലാലാണ് ഈ ബോഡി യൂസ് ചെയ്ത് ആക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലെജൻസ് അല്ലേ. അപ്പം ആ ഒരു ഐ ഹോപ്പ് വൺ ഡേ ദിസ് മാൻ ഓൾസോ ബിക്കംസ് എ ലെജൻഡ് ലൈക്ക് ദാറ്റ്. നസ്ലൻ അത്ര നല്ല രീതിയിലാണ്
അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും അപ്രീഷിയേഷൻ. അത് ഞാൻ എടുത്ത് പറഞ്ഞു. കുറേ നെസ്ലിനെ പറ്റി ഞാൻ ഇതിനകത്ത് പൊക്കി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. സിനിമ വളരെ നല്ലതാണ്, കണ്ടിരിക്കണം. നല്ല പ്രമിസാണ്, റെലവൻറ്റ് പ്രമിസാണ്. നമ്മളൊരു ടെക്നോളജിയൊന്നും അറിയാത്ത ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ റിവ്യൂ മൊത്തം കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.